إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم لا يسأم الإنسان من دعاء الخير وإن مسه الشر فيئوس قنوط والله يغضب إن تركت سؤاله وبني آدم حين يسأل يغضب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹുവിൻ്റെ വിധിയും വിലക്കുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ അഖില മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട്
തഖ്വ കൈമുതലാക്കി ജീവിതത്തിലുടനീളം ജീവിക്കുവാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി വളരെ ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കുവാനും അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ മരണപ്പെടുവാനും നാളെ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ അമ്പിയാക്കളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും പ്രവേശിക്കുന്ന സ്വർഗലോകത്തെ ഉന്നതമായ ഭവനത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു ചേർന്ന് സന്തോഷിക്കുവാനുള്ള അതിമഹത്തായ തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി നീയൊരു പിശുക്കനാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് നമ്മെ വല്ലാതെ വേദനിപ്പിക്കും. നാട്ടുകാർക്കിടയിൽ, വീട്ടുകാർക്കിടയിൽ, ഒരു സഭ കൂടുന്നതിനിടയിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയാൻ നീ വല്ലാത്ത ഒരു പിശുക്കനാണ്. ഈ വാചകം പ്രിയമുള്ളവരെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും, വല്ലാതെ മാനം കെടുത്തു. അതേ രൂപത്തിൽ തന്നെ നീ വല്ലാത്ത ദുർബലനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കുകയില്ല, നീ അശക്തനാണ്, നീ ഒന്നിനും പോരാച്ചവനാണ് എന്ന് ഒരാൾ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കും? നമുക്ക് തീരെ ധൈര്യമില്ല. നീ ഒരു ഭീരുവാണ്, നീ ഒരു അശക്തനാണ് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തി പ്രിയമുള്ളവരെ നമ്മളോട് പറഞ്ഞാൽ അത് നമ്മെ വല്ലാതെ മാനസികമായി പ്രയാസത്തിലാക്കും. ആ വാക്കായിരിക്കും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേട്ടയാടുക. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ജീവിതത്തിലെ ഉല്ലാസയാത്രകളിൽ പോലും ആ വാക്കുകളെ വല്ലാതെ നമ്മളെ ഓർത്ത് വേദനിപ്പിക്കും. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില പിശുക്കന്മാരെയും ചില ദുർബലരെയും കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് ആളുകളെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു 2 പേരെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഖുതുബയിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റഹ്മാനായ റബ്ബ് കൃത്യമായി ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളുന്നതിനനുസരിച്ച് ജീവിതത്തിൽ അമലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബ്ഖലൻ നാസി മൻ ബഖില ബിസ്സലാം. മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും പിശുക്കരിൽ ഒരാൾ മൻ ബഖില ബിസ്സലാം, സലാം പറയാൻ പിശുക്ക് കാണിക്കുന്നവരാണെന്നാണ്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു അഭിവാദ്യമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത്. അത് വല്ലാത്തൊരു അഭിമാനമാണ്. മരണ വീട്ടിലും കല്യാണ വീട്ടിലും ദുരന്ത സമയത്തും എല്ലാം ഒരുപോലെ പറയാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ് യഥാർത്ഥത്തിൽ സലാം എന്ന് പറഞ്ഞാൽ. പക്ഷേ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ പോലും അതൊരു കുറവായി, അതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സംസാരമായി. ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഹായ് ബൈ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ വല്ലാത്ത ഒരു സ്റ്റാൻഡേർഡായി നമ്മൾ കാണുന്നു. അതൊരു വലിയ ക്വാളിറ്റിയുള്ള, ഒരു വലിയ നിലവാരം പുലർത്തുന്ന, ജീവിത നിലവാരത്തിൽ വലിയ നിലവാരം പുലർത്തുന്നവരുടെ സംസാരമായിട്ടാണ് പലപ്പോഴും മുസ്ലിമീങ്ങൾ പോലും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെ, നമ്മളൊരാളെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ പോലും ഒരു സലാം പറയാൻ പലർക്കും മടിയാണ്, അതല്ലെങ്കിൽ മറവിയാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? യഥാർത്ഥത്തിൽ ഈ വാചകത്തിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ സമാധാനം ശാന്തി നിങ്ങൾക്കുണ്ടാവട്ടെ, അവന്റെ ബറക്കത്തും അവന്റെ റഹ്മത്തും ഒക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനക്ക് പ്രിയമുള്ളവരെ എത്ര വലിയ ആശയമുണ്ട്, അതിനെത്ര വലിയ സന്തോഷമുണ്ട്, എത്ര വലിയ സമാധാനമുണ്ട്.
അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് മടിക്കരുത്, ഇതിൽ പിശുക്കരുത്. ഇതിൽ പിശുക്കുന്നവന് ഏറ്റവും വലിയ പിശുക്കനാണെന്നാണ് അഷ്റഫുൽ ഖൽഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. റസൂലിന്റെ അടുക്കലേക്ക് ഇബ്നു ഹാനി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഒരിക്കലും ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ദുല്ലനി അലാ അമലി യുദ്ഖിലുനി അൽ ജന്ന, എനിക്കൊരു അമല് പറഞ്ഞു തരണം, ഒരു സൽക്കർമ്മത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. എന്താ കർമ്മത്തിന്റെ പ്രത്യേകത? യുദ്ഖിലുനി അൽ ജന്ന, എന്റെ ലക്ഷ്യമായ, മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യമായ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു കർമ്മത്തെ പ്രവാചകരെ താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന മിൻ മൂജിബാതിൽ മഗ്ഫിറതി ബദ്ലുസ് സലാം, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടാൻ നിർബന്ധമാക്കുന്നതാണ് ബദ്ലുസ് സലാം, സലാം വ്യാപിപ്പിക്കുക എന്നത്. ധാരാളമായി സലാം പറയുക എന്നത് നമുക്ക് പാപമോചനത്തിന്, അങ്ങനെ സ്വർഗത്തിൽ പോകാൻ കാരണമാണെന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആരും ഈ ഒരു വിഷയത്തിൽ മടിയുണ്ടാവരുത്. പലപ്പോഴും പലരും പരിചയമുള്ളവരിലേക്ക് ചുരുക്കുകയാണ് സലാം. മുഖപരിചയമുള്ള, കുടുംബത്തിൽ പരിചയമുള്ള, കമ്മിറ്റിയിൽ പരിചയമുള്ള, കൂട്ടായ്മയിൽ പരിചയമുള്ള വ്യക്തികളിലേക്ക് സലാമിനെ ചുരുക്കുന്നു. നീളം താടിയും ജുബ്ബയും വസ്ത്രധാരണ കൊണ്ടും എല്ലാം അവനൊരു മുസ്ലിമാണ് എന്നറിഞ്ഞാൽ പോലും അവനോട് സലാം പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് മനസ്സ് തുറക്കുന്നില്ല. എന്തേ പ്രശ്നം? ചില സങ്കുചിത ചിന്താഗതികൾ, ചില സങ്കുചിതമായ ചിന്താഗതികൾ, ഇടുങ്ങിയ ചിന്താഗതികൾ. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, ഞാൻ അവരോടൊന്നും സലാം പറയാൻ പറ്റാത്തവനാണ്. അങ്ങനെയൊന്നും ഇല്ല. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്, എല്ലാവരും ഇസ്ലാമിന്റെ കുടക്കീഴിൽ അണിനിരന്നവരാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുഅ്മിനീങ്ങളായ, മുസ്ലിമീങ്ങളായ സുഹൃത്തുക്കളോട് സലാം പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. പ്രിയമുള്ളവരെ, മനസ്സുകൾ തമ്മിൽ അടുക്കാനുള്ള വല്ലാത്തൊരു മാർഗമാണത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, ലാ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ പോവില്ല, ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ, ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗ്ഗത്തിൽ കടക്കില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ ഈമാനുള്ളവരാകണമെങ്കിൽ, വിശ്വാസമുള്ളവരാകണമെങ്കിൽ പരസ്പരം സ്നേഹമുള്ളവരാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമീങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാവണം, അവർക്ക് തമ്മിൽ ഇഷ്ടം ഉണ്ടാവണം. ഏതെങ്കിലും ഒരു പദ്ധതിയുടെ, ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേര് പറഞ്ഞ് അകന്നു നിൽക്കേണ്ടവരല്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരസ്പരം ഇഷ്ടവും ഇണക്കവും ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ, നിങ്ങൾക്കൊരു കാര്യത്തെ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു, നിങ്ങൾ ആ കാര്യം ചെയ്താൽ തഹാബബ്തും, നിങ്ങൾക്കിടയിൽ ഇഷ്ടമുണ്ടാവും, ഇണക്കുണ്ടാവും. എന്താ അത്? ബദ്ലുസ് സലാം, സലാം പറയല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളൊരു മനുഷ്യൻ, ഒരു മുഅ്മിനെ, ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അയാളുടെ കൈ പിടിച്ച് സലാം പറയാൻ നമ്മൾ ആരും പഠിക്കരുത്. അതിന് വലിയ ചെലവുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നത് എന്തത്ര വലിയ പ്രയാസം. ഒരു മതിലിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കണ്ടാൽ അല്ലെ, ഒന്നങ്ങോട്ട് പോയി ഉള്ളെടുക്കുമ്പോ സലാം പറഞ്ഞു, എന്നിട്ട് ഉള്ളെടുത്ത് കയറി വന്നപ്പോ വീണ്ടും മൂപ്പര അവിടെ തന്നെ കണ്ടു, സലാം പറയാം, എന്താ പ്രശ്നം? അതിന് കൂലിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി, എന്നിട്ട് പറഞ്ഞു, 10 പ്രതിഫലം കിട്ടി. രണ്ടാമതൊരു വ്യക്തി വന്നു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കി, 20 കൂലി കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയിട്ട് പറഞ്ഞു, 30 പ്രതിഫലം കിട്ടി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മളോട് ഒരു മുതലാളി പറയാണ്, നിങ്ങൾ എന്നും രാവിലെ ഇത്ര ആളുകളോടൊരു ഇത് പറയുകയാണെങ്കിൽ
ഒരു മനുഷ്യനെ കണ്ടിട്ട് സലാം പറഞ്ഞാൽ നിങ്ങൾക്ക് 300 റുപ്യ തരാം എന്നൊരു മുതലാളി പറയാം. അപ്പൊ ആ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരാൾ ഇവിടെ പ്രഖ്യാപിച്ചു, ഒരു മുതലാളി പ്രഖ്യാപിച്ചു, ആരാണോ സലാം പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകളോട് സലാം പറയുന്നവർക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ചിലർ അങ്ങാടിക്ക് ഇറങ്ങും, കല്യാണ ഹാളിലേക്ക് പോകും, ഓഡിറ്റോറിയത്തിൽ പോകും, എന്നിട്ട് പറയാൻ പറ്റുന്നവരോടൊക്കെ സലാം പറയും. മനുഷ്യൻ സമ്പത്തിനോട് വല്ലാത്ത ഇഷ്ടമുള്ളവനാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു പറയാം, നിങ്ങൾ സലാം കൂടുതൽ വ്യാപിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കുന്നുണ്ട്. 30ഉം 20ഉം 10ഉം പ്രതിഫലങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിനോട് നമുക്ക് എത്ര താല്പര്യമുണ്ടായിട്ടുണ്ട്? അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത്. കാണുന്നവരോടൊക്കെ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളോടൊക്കെ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് കൈകൊടുത്ത് അങ്ങനെ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ദുർബലന്മാരുണ്ട്, ഒന്നിനും പറ്റാത്ത ആളുകൾ. അവർക്ക് ചിലപ്പോൾ മസിലൊക്കെ ഉണ്ടാവും, സിക്സ് പാക്ക് ഉണ്ടാവും, അവിടെയും ഇവിടെയും പോയി ജിംനേഷ്യത്തൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഓനെ അള്ളാന്റെ റസൂൽ പറയാണ്, അവൻ ഒന്നിനും പറ്റൂല. പ്രാർത്ഥിക്കാത്തവൻ, ദുആ ചെയ്യാത്തവൻ, അവൻ അശക്തനാണെന്നാണ്. സഹോദരങ്ങളെ, ദുആ ചെയ്യാൻ പലപ്പോഴും നമ്മൾ മറക്കുകയാണ്. ഒരു ഗവൺമെന്റ് ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെന്നാൽ എത്ര തവണ നമ്മൾ കയറി ഇറങ്ങുന്നു? നമ്മൾ പറയുംല്ലേ, ഒരുപാട് തവണ കയറി ഇറങ്ങി അൽഹംദുലില്ലാഹ് കിട്ടി. കുറെ തവണ, മാസങ്ങളായി, വർഷങ്ങളായി ഇതിന്റെ പിറകിൽ ഞാൻ നടക്കണു, അൽഹംദുലില്ലാഹ് എന്നാലും കിട്ടിയല്ലോ. അല്ലാഹുവോട് ചോദിച്ചാലോ 2 ദിവസം കഴിഞ്ഞിട്ട് പറയും, ഏയ് കിട്ടുന്ന കാണാനില്ല, പ്രാർത്ഥിച്ചൊക്കെ നോക്കിയായിരുന്നു എന്നാണ് ചിലർ പറയണം. പ്രാർത്ഥിച്ചൊക്കെ നോക്കിയായിരുന്നു, കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, റേഷൻ കടയിൽ കുറച്ചധികം സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ വിടുകയാണ് കുട്ടികളെ, ഇത് കഴിയുന്നതിന്റെ മുമ്പ് പോയി വാങ്ങിക്കൊള്ളിയും. ആ ഒരു താല്പര്യം അള്ളാന്റെ കയ്യിൽ എത്രയുണ്ട്, എന്തേ വാങ്ങിക്കാൻ നമുക്ക് മടി? നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളും പ്രിയമുള്ളവരെ പറയാനുള്ളവൻ നമ്മുടെ റബ്ബാണ്. ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം പറയണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഏകദേശം ടെസ്റ്റിൽ തെളിഞ്ഞു. പക്ഷേ ആളുകളോടും ഒക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇദ്ദേഹവും പ്രാർത്ഥിച്ചു. അടുത്ത ടെസ്റ്റില് ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി. 100% ക്യാൻസറിന്റെ അംശം പോലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. നിങ്ങളുടെ ഖളാഇനെ പോലും, അല്ലാഹു നിങ്ങൾക്ക് തീരുമാനിച്ച ഒരു കാര്യത്തെ പോലും പ്രാർത്ഥിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. ജീവിതത്തിൽ ഒരു അപകടം, ഒരു രോഗം, ഒരു പ്രതിസന്ധി റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പ്രിയമുള്ളവരെ പ്രാർത്ഥിച്ചാൽ പറ്റും. ഏത് പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെടാത്തത്? കുട്ടിയില്ലാതെ വയോവൃദ്ധനായി ജരാനര ബാധിച്ച് അസ്ഥികൾ ശോഷിച്ചുപോയി പ്രായാധിക്യം ചെന്ന തന്റെ വിധവയായ തന്റെ പ്രിയതമയെ നോക്കി നിരാശപ്പെടുകയല്ല ചെയ്തത്. റബ്ബേ, ഞാൻ നിന്നിൽ പ്രതീക്ഷയുള്ളവനാണ്. ഇന്ന റബ്ബി സമീഉ ദുആ. എന്റെ റബ്ബ് പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് കിട്ടിയില്ലേ മക്കളെ? എത്ര സമ്പന്നനായി. ഇന്നും ലോകത്ത് ഓർക്കപ്പെടുന്ന മക്കളിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മഹാനായ ഇസ്ഹാഖ് അലൈഹിസ്സലാത്തു വസ്സലാമയും ഉണ്ട്. എത്ര ആളുകൾക്ക് മക്കളുണ്ടായി? എല്ലാവരെയും ഓർക്കുന്നുണ്ടോ? പക്ഷേ 80ന്റെ നിറവിൽ വയോവൃദ്ധനാകുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് കിട്ടിയ കുഞ്ഞിനെ ഇന്നും ലോകം ഓർക്കുന്നുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ പവർ. നമുക്ക് പ്രാർത്ഥിക്കാൻ എന്താ മടി? സക്കരിയ നബി അലൈഹിസ്സലാം തെളിവല്ലേ? ഇന്ത്യയിൽ എന്ന ലോകത്തിലെ ഏതെല്ലാം രാജ്യത്തും പോയി കുട്ടിയെ കിട്ടാനുള്ള ചികിത്സ നടത്തി. പക്ഷേ 2 കൈകളും നീട്ടി ആ സുലുസുൽ ലൈലിൽ അഖീറിൽ അല്ലാഹു ഇറങ്ങി വന്ന് എന്നോട് ചോദിക്കൂ എന്ന് പറയുമ്പോ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് നയനങ്ങൾ നനച്ച് ഈറനണിയുന്ന കണ്ണുകളുമായി, വിതുമ്പുന്ന ഹൃദയവുമായി, വിറക്കുന്ന അധരങ്ങളുമായി നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നം മാറാൻ തീയിനെ പോലും തണുപ്പാക്കിയ റബ്ബുണ്ടെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിനുള്ളിലില്ലേ? നമ്മളെല്ലാവരുടെയും അറിവല്ലേ ചരിത്രം? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് പെട്ടപ്പോ ആ തീയിനെ തണുപ്പാക്കി മാറ്റിയ റബ്ബുണ്ട് എന്ന ഉറച്ച ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്?
മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിച്ചില്ലേ? 18 വർഷത്തോളം ജീവിതത്തിൽ അസഹ്യമായ രോഗം പിടികൂടിയിട്ട് എന്തു വലിയ ത്യാഗിയായിരുന്നു അദ്ദേഹം. എല്ലാവരും നഷ്ടപ്പെട്ടു പോകുമ്പോ, മക്കളും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരും കുടുംബക്കാരും കച്ചവടവും സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ഒന്നൊന്നായി നശിച്ചു പോകുമ്പോഴും മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതീക്ഷയർപ്പിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. മാറിയില്ലേ? അയ്യൂബ് നബിയുടെ അസുഖം മാറിയില്ലേ? പ്രിയമുള്ളവർ, അതുകൊണ്ട് ഒരു ഹദീസിന്റെ ആശയം നമുക്ക് കാണാൻ കഴിയും. ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ട്, പക്ഷെ അതിന്റെ ആശയം ശരിയാണ്. ലാ തഅജിസു ഫി ദുആ, നിങ്ങൾ ഒരിക്കലും ദുആഇന്റെ വിഷയത്തിൽ അശക്തരാവരുത്. ഫഇന്നഹു ലൻ യഖ്ലിക മഅ ദുആഇ അഹദുൻ, പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരാളും ശിക്ഷിക്കപ്പെടുകയില്ല. പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഒരാളും നശിക്കുകയില്ല. ദുആ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഉമ്മയുടെ പ്രയാസത്തെ ഡോക്ടറിന്റെ മുമ്പിൽ തേങ്ങി തേങ്ങി പറയുന്നതിനപ്പുറത്ത് അള്ളാന്റെ മുമ്പിൽ പറയാൻ നമ്മൾ സമയം കണ്ടോ? ഭാര്യയുടെ പ്രശ്നങ്ങളെ, ഭർത്താവിന്റെ പ്രശ്നങ്ങളെ, മക്കളുടെ പ്രശ്നങ്ങളെ, ലഹരിക്കടിമപ്പെട്ട് ജീവിത ദുരന്തങ്ങളിലേക്ക് കാലുകൾ വെച്ചുപോകുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ ആലോചിച്ച്, പ്രിയമുള്ളവരെ, കൗൺസിലർ സെന്ററുകൾ അന്വേഷിച്ച് തേടി നടക്കുമ്പോ ലോകത്തിന്റെ റബ്ബിന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് ഇരു കണ്ണുകളും നനച്ചുകൊണ്ട് റബ്ബേ എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണമേ എന്ന് എത്ര ഉപ്പമാർ, എത്ര ഉമ്മമാർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ആ പ്രാർത്ഥനയെ നമ്മൾ എത്ര ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരീക്ഷണത്തിന്റെ ശത്രുവാണ് പ്രാർത്ഥന. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അദ്ദുആഉ മിൻ അൻഫഇൽ അദ്വിയ, ഏറ്റവും നല്ല മരുന്ന് പ്രാർത്ഥനയാണ്. അദുവുൽ ബലാ, പരീക്ഷണത്തിന്റെ ശത്രുവാൻ. നമ്മൾ ഒരാൾ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ കയ്യിൽ ഒരു തോക്കുണ്ടെങ്കിൽ നമുക്ക് എത്ര ധൈര്യം ഉണ്ടാവും അല്ലേ? ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരിക, നമ്മുടെ കയ്യിലൊരു തോക്കുണ്ട്, ധൈര്യമായിട്ടില്ല നമ്മള്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഏത് രോഗം വന്നാലും തളരില്ല വിശ്വാസി. ഏത് പ്രശ്നങ്ങൾ, സാമൂഹ്യമായ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വിശ്വാസി തളരില്ല. കാരണം അവന്റെ കയ്യിൽ വല്ലാത്ത മൂർച്ചയുള്ള ഒരു ആയുധമുണ്ട്. സിഹാമുൽ ലൈലി ലാ തുഖ്തി വലാകിൻ ലഹാ അജലുൻ വലിൽ അജലിൻ ഖിലാഉൻ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കാണ്. ഒരിക്കലും ഉന്നം പിഴക്കാത്ത ചില അമ്പുകളുണ്ട് വിശ്വാസികളുടെ കയ്യിൽ. അതാണ് പ്രാർത്ഥന. ആ അമ്പുകൾക്ക് ഉന്നം പിഴക്കില്ല, ദുആ പിഴച്ചു പോവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നുണ്ട്, വയുദാഫിഉഹു വയുആലിജുഹു വയംനഉ നുസൂലഹു വയർഫഉഹു വയുഖഫിഫുഹു. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ പരീക്ഷണത്തെ തടയാൻ കഴിയും, അതിനെ ചികിത്സിക്കാൻ കഴിയും, അത് വന്നിറങ്ങുന്നതിനെ തൊട്ട് തടയാൻ കഴിയും. അതല്ലെങ്കിൽ പരീക്ഷണം വന്നിറങ്ങിയാൽ അതിനെ ഉയർത്താൻ കഴിയും, പരീക്ഷണത്തിന്റെ കാഠിന്യത്തിന്റെ അളവ് കുറക്കാൻ കഴിയും. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ധാരാളമായി ചോദിക്കുക, പടച്ചവനോട് ചോദിക്കുക, മനുഷ്യന്മാരോടല്ല. മനുഷ്യന്മാരോട് ചോദിച്ചാൽ അവരൊക്കെ ദേഷ്യപ്പെടും അല്ലെ? ഒരാളോട്, നമ്മുടെ അടുത്ത സുഹൃത്താണ്, അവിടെ ഒരു 5000 റുപ്യ കടയിൽ വെച്ച ഫസ്റ്റ് നമ്മൾ തമ്മിൽ അങ്ങനെയാണോ, ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തുണ്ടെങ്കിലും പറഞ്ഞാളെ എന്നൊക്കെ ചിലപ്പോൾ പറയും. രണ്ടാമട്ടം ചോദിച്ചാല് ഒരു ചെറിയ അല്ലെ, ആ മെസ്സേജിന് റീപ്ലൈ തരില്ല അല്ലെ? ഇപ്പൊ അതിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുമ്പോ അയച്ചു. ഒരു 4 തവണ ചോദിച്ചു നോക്കി, അക്കൗണ്ട് കാലിയാണെന്ന് പറയും. അതുകൊണ്ടാണ് വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു. അല്ലാഹുവിനോട് ചോദിക്കാതിരുന്നാലാണ് അല്ലാഹു ദേഷ്യപ്പെടുക. അല്ലാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ അല്ലാഹുക്ക് ദേഷ്യ. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നബിയെ പറഞ്ഞു കൊടുക്കുക, മാ യഅബഉ ബികും റബ്ബി, എന്റെ രക്ഷിതാവ് നിങ്ങളെ പരിഗണിക്കുന്നതല്ല, റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല. ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. പ്രാർത്ഥിക്കണം, മടിക്കരുത്. അല്ലാഹുവിനോട് ചോദിക്കാൻ നമ്മൾ ആരും, പ്രിയമുള്ളവരെ, മടിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം ചോദിക്കണം എന്നാണ്. ഇദാ സഅല അഹദുകും ഫൽയുക്സിർ ഫഇന്നമാ യസ്അലു റബ്ബഹു. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ കുറെ ചോദിച്ചോളി, എന്തെന്നെ ചോദിച്ചോളി, കുറെ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചോളി. കാരണം ചോദിക്കുന്നത് ആരോടാ? നമ്മുടെ റബ്ബിനോടാ. ആരാ അറിയാ പ്രിയമുള്ളവരെ? ആരാ അറിയാ? ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചത് നിങ്ങൾക്കറിയോ? നമുക്ക് ചോദിക്കാമല്ലോ.
ആരോരും അറിയാതെ ഇരുട്ടിൽ പടച്ച റബ്ബിന്റെ മുന്നിൽ ഒരു മുസല്ലയും വിരിച്ച് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ പറയുന്ന ചില വാക്കുകൾക്ക് പ്രിയമുള്ളവരെ അതിന്റെ ആഴവും അതിന്റെ പരപ്പും പടച്ചവും മനസ്സിലാക്കി നമുക്ക് തരും. മക്ക എന്ന ഊഷര മരുഭൂമിയിലേക്ക് പ്രിയതമയെയും ചോരപ്പൈതലിനെയും വിട്ടുപോകുമ്പോ ഇബ്രാഹിം നബി നടത്തിയ ഒരു പ്രാർത്ഥനയായിരുന്നു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ, പടച്ചവനെ എന്റെ മക്കളിൽ നിന്ന് ഈ മക്കയിൽ ഒരു ദൂതനെ നീ നിയോഗിക്കണം. അതിന്റെ റിസൾട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. ഇന്നും വാഴ്ചപ്പെടുന്ന പ്രവാചകന്മാരിൽ പ്രിയമുള്ളവരെ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ളാൽ, നിങ്ങളെല്ലാവരും വഴികേടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയവനൊഴികെ, ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ ആർക്കാണോ ഹിദായത്ത് നൽകിയിട്ടുള്ളത്, ഞാൻ ആരെയാണോ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്, അവരല്ലാത്തവരെല്ലാം വഴികേടിലാണ്. ഫസ്തഹ്ദൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിദായത്തിനെ ചോദിക്കണേ. അള്ളാഹിനോട് ചോദിക്കേണ്ട ഫസ്റ്റുള്ള കാര്യം അതാ. സമ്പത്ത് ചോദിച്ചു, ആരോഗ്യം ചോദിച്ചു, മക്കളെ ചോദിച്ചു, സൗന്ദര്യം ചോദിച്ചു, വിശാലത ചോദിച്ചു, പക്ഷേ ആദർശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ? പടച്ചോനെ തൗഹീദിൽ നിലനിർത്തി തരണേ, അള്ളാഹുവേ ഹിദായത്ത് പഴപ്പിക്കരുതേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൽ പ്രിയമുള്ളവരെ റസൂലിന്റെ ആദ്യത്തെ പ്രാർത്ഥന ഹിദായത്തിന് വേണ്ടിയിട്ടാണ്. ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന പ്രവാചകന്റെ അധരങ്ങൾ ആ പടച്ച റബ്ബിനോട് ചോദിച്ചത് ഹിദായത്താണെങ്കിൽ നമ്മളൊക്കെ പിന്നെ എത്ര ചോദിക്കണം? അടുത്തത് അല്ലാഹു പറയാ, യാ ഇബാദി, എന്റെ അടിമകളെ, കുല്ലുക്കും ജാഇ, നിങ്ങളെല്ലാവരും വിശക്കുന്നവരാണ്, എല്ലാവർക്കും വിശപ്പുള്ളവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ. ഫസ്തത്ഇമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണത്തെ ആവശ്യപ്പെടണേ. വിശപ്പുണ്ടാകും മനുഷ്യനാണ്. പ്രിയമുള്ളവരെ, പല രീതിയിലല്ലേ ഗസയിലെ ഫലസ്തീനിലെ മക്കൾ പരീക്ഷിക്കപ്പെടുന്ന നമ്മൾ കാണുന്നില്ലേ? ഭക്ഷണപ്പൊതിയെ കാത്തുനിന്ന് ഉപ്പയും മകനും ഒരു ഇത്തിരി പോന്ന ധാന്യക്കിറ്റിനു വേണ്ടി പോയി നിൽക്കുമ്പോ വെടിയേറ്റു വീണ സ്വന്തം മകനെ ഷോൾഡറിലേക്ക് എടുത്തു വരുന്ന ഒരു പിതാവിന്റെ മനസ്സെന്താണ്? അവരുടെ ആ വിശപ്പിന്റെ അവസ്ഥ എന്താണ്? പട്ടാളക്കാർ നൽകിയ ഒരൽപ്പം ഭക്ഷണം, ആ ഭക്ഷണം കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോ ക്രൂരന്മാർ വെടിവെച്ചുകൊള്ളുന്ന ഫലസ്തീനിന്റെ കഥ നമ്മൾ കേട്ടില്ലേ? വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളും പ്രാർത്ഥിക്കണം. പട്ടിണിയിലേക്ക് തള്ളപ്പെടുക എപ്പോഴാണെന്ന് അറിയില്ല. യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലാഹു പറയാ, കുല്ലുക്കും ആർ, നിങ്ങളെല്ലാവരും വിവസ്ത്രരാൻ, നിങ്ങൾക്ക് ആർക്കും വസ്ത്രം ലഭിക്കുകയില്ല ഞാൻ വസ്ത്രം നൽകിയാൽ ഒഴികെ. അതുകൊണ്ട് ഫസ്തഖ്സൂനി, നിങ്ങൾ എന്നോട് വസ്ത്രത്തെ ആവശ്യപ്പെടണം. അള്ളാഹിനോട് വസ്ത്രത്തിന് ചോദിക്കണം. യാ ഇബാദി, എന്റെ അടിമകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലത. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാളിന്റെ തൊട്ടു മുമ്പ് ജനിക്കാനിരിക്കുന്ന ഒരു മനുഷ്യ കുഞ്ഞും, അതുപോലെ തന്നെ ലോകത്ത് മുഴുവൻ ജിന്നുവർഗവും എല്ലാവരും ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കൂ. അല്ലാഹു പറയാ, ലോകത്തുള്ള മനുഷ്യ പരമ്പര മുഴുവൻ, ജിന്നു പരമ്പര മുഴുവൻ, അവരെല്ലാവരും ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് ഓരോരുത്തരായി ചോദിക്കാണ് അവരുടെ ആവശ്യം. അല്ലാഹു പറയാ, ഞാൻ എല്ലാവരുടെ ആവശ്യം നിറവേറ്റിയാലും പിന്നെയും ഖജനാവ് വിശാലാണ്, ഒരിക്കലും കുറയില്ല എന്നാണ്. ഒരു വിരല് നിങ്ങൾ കടലിൽ ഒന്ന് മുക്കിയെടുത്താൽ വെള്ളം എത്ര കുറയോ? വല്ലതും കുറയോ? അതുപോലെയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെ സർവ്വ ആവശ്യം നൽകിയാലും അള്ളാന്റെ ഖജനാവ് വിശാലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. നമ്മുടെ പ്രശ്നങ്ങൾ ധാരാളമാണ്, ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ്. അത് നിരന്തരമായി പടച്ചോരോട് പറയുമ്പോൾ അതിനൊരു സമാധാനമുണ്ട്. മറ്റുള്ളവരോട് പറയുന്ന പോലല്ല. ഒന്നിനും കഴിയാതെ പ്രിയമുള്ളവരെ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ ഔലിയന്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം?
സ്വന്തം ലിവറിനെ നിയന്ത്രിക്കാൻ കഴിയാതെ രോഗം വന്ന് മരിച്ചവർ, ഷുഗർ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാതെ രോഗം വന്ന് മരണപ്പെട്ട അത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് പോയി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരിക്കലും ഒന്നും സംഭവിക്കാത്ത സർവശക്തനായ, സർവ്വതിന്റെയും ഉടമസ്ഥനായ, എല്ലാ നിലക്കും നമ്മെ അറിയുന്നവനായ, നമ്മുടെ ഹൃദയത്തിന്റെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കുന്നവനായ, നമ്മുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ അളവ് പോലും അറിയുന്നവനായ റബ്ബിന് നമ്മുടെ പ്രശ്നങ്ങൾ അറിയാം. അതുകൊണ്ട് ആ റബ്ബിനോട് പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരാത്തൊന്നുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മൾ മടിക്കരുത്. എന്താ മടി എന്ന് വെച്ചാൽ, ചില ആളുകൾക്കുള്ള മടി എന്താന്ന് വെച്ചാൽ, ഞാൻ കുറെ തെറ്റ് ചെയ്തു, ഇനിയിപ്പോ റബ്ബിക്ക് ഉത്തരം തരുമോ, ഞാൻ അങ്ങനെ ആയിട്ടില്ലേ. അതൊരു ഇബ്ലീസിന്റെ വേറൊരു കളിയാണ്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ലോകത്തെ ഏറ്റവും ശർറു ഖൽഖ്, ഏറ്റവും വൃത്തികെട്ട സൃഷ്ടി ആരാ? ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ധിക്കരിച്ച ആളാരാ? ഇബ്ലീസാണ്. ആ ഇബ്ലീസ് പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഇബ്ലീസ് അള്ളാഹുവിനോട് ഒരു ആവശ്യം പറഞ്ഞു, റബ്ബി അൻദിർനി ഇലാ യൗമി യുബഅസൂൻ, പടച്ച റബ്ബേ എനിക്ക് അന്ത്യനാൾ വരെ ആയുസ് തരണേ. ഇബ്ലീസ് ചോദിച്ച ഒരു ആവശ്യമാണ് അള്ളാന്റെ മുമ്പിൽ. അള്ളാഹ് കൊടുത്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അതുകൊണ്ട് നമ്മൾ എന്തിനാ മടിക്കുന്നത്? നമ്മൾ ചോദിക്കുക, നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസിന്റെ ഭാഗമാവാൻ ഒരിക്കലും നമ്മൾ അശക്തന്മാരാവരുത്, പിശുക്കന്മാരാവരുത്. നമ്മൾ ശക്തരാവണം, പ്രാർത്ഥിക്കുന്നവരാവണം. നമ്മൾ നല്ല ഔദാര്യം ചെയ്യുന്ന, സലാം കൊണ്ട് വ്യാപിപ്പിക്കുന്നവരാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ വാല, അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അതിനു വേണ്ട സാഹചര്യവും സഹായവും എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ആവശ്യകതയും സലാം പറയുന്നതിന്റെ ഒരു പ്രാധാന്യവുമാണ് സൂചിപ്പിച്ചത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ആരും മറക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടരാണ് ഫലസ്തീനിലെയും ഗസയിലെയും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ രോഗികൾ ഉണ്ടാകും, നമ്മുടെ കൂട്ടുകാരുടെ മാതാപിതാക്കൾ രോഗത്തിലുള്ളവരുണ്ടാകും, നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ ക്യാൻസറായി കിടക്കുന്നവരുണ്ടാകും. ഡയാലിസിന് 2-3 തവണ ആഴ്ചയിൽ പോകുന്നത് നമ്മുടെ കൺമുമ്പിലൂടെയാണ്. പക്ഷേ ഒരിക്കലെങ്കിലും ഒരു തഹജ്ജുദ് നിസ്കാരത്തിൽ പടച്ചോനെ ആ മനുഷ്യന്റെ അസുഖം ഭേദമാക്കി കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും മലക്കുകൾ അതേ ഒരു കാര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ പള്ളിയുടെ കളക്ഷൻ നമ്മുടെ മദ്രസ അധ്യാപകരുടെ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അവരുടെ സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് ഭവന പദ്ധതിയും അതുപോലെ തന്നെ അവരുടെ മറ്റു കാര്യങ്ങൾക്കുമൊക്കെ സഹകരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പള്ളിയിൽ കളക്ഷൻ ഉള്ളത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് 1 രൂപയാണോ അത് നമ്മൾ കൊടുത്താൽ നമ്മുടെ മനസ്സിന്റെ വലുപ്പമാണ് അള്ളാന്റെ അടുക്കൽ. നമ്മൾ ചില ആളുകൾ പറയാറുള്ള എന്താണെന്ന് വെച്ചാൽ, എന്റെ 10 രൂപ എന്താവാനാണ്? നമ്മുടെ 10 രൂപ അയാൾക്കൊന്നും ആവൂല, പക്ഷെ നമുക്ക് വലുതാവും. നമ്മളൊരു 100 രൂപ കൊടുത്താൽ ചിലപ്പോൾ മൂപ്പര വീടിന് ഒന്നും ആവൂല, പക്ഷെ നമുക്കത് വലുതാണ്, നമുക്ക് പരലോകത്തത് വലുതാണ്. ആ ചിന്തയാണ് നമുക്ക് വേണ്ടത്. എന്റെ കയ്യിലുള്ള ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താവാനാ എന്നല്ല, അത് അവർക്കാവാനല്ല, നമ്മക്കാവാനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത്തരം ആളുകളെ സഹായിക്കാൻ നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികളിലൊക്കെ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ നിരന്തരം ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം രോഗത്തിന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ദീനീ രംഗത്ത് സജീവരായി പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, അള്ളാഹു അവരുടെ എല്ലാം ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ രോഗത്തിന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന മുസ്ലിം സമൂഹത്തിന് അള്ളാഹുവിന്റെ വലിയ സഹായം നൽകി, കാരുണ്യം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة.